പലപ്പോഴും ഡ്യൂട്ടിയിൽ ഒരു ഡോക്ടർ മാത്രമേ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടാകത്തുള്ളൂ. പലപ്പോഴും അത് ജൂനിയർ ഡോക്ടേഴ്സ് ആയിരിക്കും. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജൂനിയർ ഡോക്ടേഴ്സ് ഡ്യൂട്ടി ചെയ്ത് നടുവൊടിയുന്ന ഒരു സാഹചര്യമുണ്ട്. സത്യമാണ്, യുദ്ധസ്ഥലം പോലെയാണ്. ഞാൻ ഒരിക്കൽ റോഡിൽ കിടന്ന മരിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങൾ വിചാരിച്ച ഒരാളെ ഞാൻ ആംബുലൻസ് വരുത്തി ഞാൻ അയാളുടെ കൂടെ പോയി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. 2 വർഷം മുമ്പാണ്. അവിടെ ചെന്നിട്ട് ഈ ട്രോളിയിൽ അയാളെ കിടത്തിയിട്ട് ആംബുലൻസുകാരൻ പോയി കളഞ്ഞു. ട്രോളിയിൽ അയാളെ കിടത്തിയിട്ട് എനിക്ക് അകത്ത് പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒരാളെ കാവലെടുത്തിട്ട് അപ്പോൾ അകത്ത് വന്നപ്പോഴത്തേക്ക് ഡോക്ടർമാർ നഴ്സുമാരൊക്കെ യുദ്ധസ്ഥലത്ത് ഓടുന്ന പോലെ ഓടുകയാണ്. ഇവരോട് എങ്ങനെ പറയാൻ പറ്റും? ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ വരേണ്ടതിൽ കൂടുതൽ എണ്ണം വരുന്നതിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ആളുകൾ വരുമ്പോൾ സഹായിക്കാതിരിക്കാൻ അപ്പോൾ അവിടെ കൂടെ ഡോക്ടർമാർ വേണം, കൂടെ നഴ്സുമാർ വേണം, സഹായത്തിന് സ്റ്റാഫ് വേണം. ഈ കുറവ് നേരത്തെ പറഞ്ഞ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ നേരിട്ട് അനുഭവിക്കുന്നതാണ്. ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അന്നേരം അവിടെ ജീവനക്കാരുടെ എണ്ണവും ഡോക്ടർമാരുടെ എണ്ണവും വർദ്ധിപ്പിക്കണം. സ്പേസ് കൂടുതൽ വേണം. ഞാൻ ആ രോഗിയെ കൊണ്ടുപോയിട്ട് 10 മിനിറ്റ് എടുത്തു വേറെ ഡോക്ടറെ ശ്രദ്ധ കിട്ടാനായിട്ട്. അവരെല്ലാം ഓടുകയാണ്, എങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റും? അപ്പോൾ അത് മാറണം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ്. നമ്മൾ റോഡിൽ കിടക്കുന്നത് മരിച്ചു എന്ന് ധാരണ കിടക്കുന്ന നമ്മൾ തന്നെ ആകാം. അപ്പോൾ അത് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരാകാം. അതുകൊണ്ട് അത് മാറണം. അത് മാറി. വ്യത്യസ്ത അസുഖങ്ങളുള്ള ആൾക്കാരെ ഒരേ കട്ടിലിൽ കിടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രാകൃതമായ കാര്യമല്ല, നാണക്കേടാണ്. എൻ്റെ ചില സുഹൃത്തുക്കളെ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നത് ശരി, നമ്മുടെ ഫേസ്ബുക്ക് ഫീഡ് വഴിയൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ എങ്ങനെ പറ്റും എന്നാണ് ചോദിക്കുന്നത്.